Krishna Krishna Hare 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 Rama Hare Rama 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 എല്ലാവരും ഉണ്ടോ? കുറച്ച് ഇനി എത്ര പേരുണ്ട് വരാൻ? அவங்களுக்கு எப்படி தெரியும் நம்ம இங்க இருக்கோம்னு? ഗ്രൂപ്പിലിട്. ചക്രത്താഴ്വാർ ക്ഷേത്രത്തിന്റെ സൈഡിൽ ഒരു ചെറിയ ഒരാൾക്ക് നടന്നു വരുന്ന ഗേറ്റ്, അതിന്റെ നേരെ ബാക്കിൽ. ഇനിയിപ്പോ ചിലപ്പോ അവരെവിടെയെങ്കിലൊക്കെ അന്വേഷിച്ച് നടക്കും. വേറെ ആരൊക്കെ വരാനുണ്ട്? പിന്നെ പേരൂർക്കടക്കാര് കുഴപ്പമില്ല, നേതാവ് ഇവിടെ നിൽക്കില്ല. എന്തെന്ന് പറഞ്ഞ് ഓടിയോ? വേറെ ആരൊക്കെ ഉണ്ട് അവിടെ?
ജയൻ പ്രഭു ഉണ്ടാ? ഇല്ല, അവരെല്ലാം അവിടെ ഉണ്ട്. പ്രസവം ഇത് ഈ അമ്പലത്തിന്റെ പേര് ചക്രത്താഴ്വാർ. ഈ അമ്പലത്തിന്റെ നേരെ ബാക്കിൽ വരാൻ ഗ്രൂപ്പിലിടോ. അതിന്റെ അല്ല, എന്താ ഇങ്ങനെ വെക്കുന്നത്? ഇതിങ്ങ വെച്ചാൽ മുഴങ്ങും, അതുകൊണ്ടാണ് അതിന്റെ അപ്പുറത്ത്. നീ സഹായിക്കാതിരുന്നാൽ അത് കറക്റ്റായിരിക്കും. രോഹിണി മാജി കൊണ്ടുവന്നിരിച്ചാൽ കൃഷ്ണകുമാർ ഒരാൾ പോയിട്ടുണ്ട് പ്രഭു. പകുതിയോളം പേര് ക്ലാസ് തുടങ്ങാൻ പോ. ഇല്ല ഇല്ല, ബാക്കി എല്ലാവരും എത്തി. പെട്ടെന്ന് വാ, പെട്ടെന്ന് വാ. ഇനിയുണ്ട് ആൾക്കാരവിടെ, കുറച്ച് പേരുണ്ട്. ആ കടക്കാവൂരിൽ നിന്ന് വരുന്ന രോഹിണി മാതാജിയാണ് എപ്പോഴും ലേറ്റ്. പേരൂർക്കടയത്ത് രോഹിണിയും ലേറ്റാണ്, മൊത്തം രോഹിണിമാരും ലേറ്റാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുതിരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതേ. ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി. വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ. ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എത്ര
പേര് പുളിയോദര കഴിച്ചു? എത്ര വരദരാജസ്വാമിയുടെ ദർശനം ഇഷ്ടായോ? വളരെ പ്രസന്നമായ ഒരു മുഖം ഇല്ലേ? എല്ലാരെയും ചിരിച്ച് ഭക്തജനങ്ങളെ എല്ലാം അനുഗ്രഹിക്കുന്ന ഒരു രൂപം. വരദരാജസ്വാമി ഈ ക്ഷേത്രം വളരെ പ്രാചീനമായ ഒരു ക്ഷേത്രമാണ്. വരദ എന്ന് വെച്ചാല് വരങ്ങൾ ദാനം ചെയ്യുന്ന വ്യക്തി എന്നാണ് അർത്ഥം. യശോധ യശസ് ദാനം ചെയ്യുന്നവൾ, കീർത്തിധ കീർത്തി ദാനം ചെയ്യുക, നാരദ നാരായണനെ ദാനം ചെയ്യുക, വസുധ വരധ വരങ്ങൾ കൊടുക്കുക. യാതൊരു മുൻയോഗ്യതയും ഇല്ലാതെ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹം തരിക എന്നുള്ളതാണ് വരദരാജസ്വാമിയുടെ ഉദ്ദേശം. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചത് ഒന്നും തന്നെ നടക്കാതെ ഇരിക്കില്ല. അതുകൊണ്ട് കഴിവതും ഭൗതികമായ പ്രാർത്ഥനകൾ ഒഴിവാക്കുക. ബാലരാംപുരംകാരും പേരൂർ കിടക്കാരെല്ലാം അച്ഛനെ വിളിച്ചോണ്ട് വരണം. KBR ഉള്ളവരെല്ലാം 10 പ്രാവശ്യം ഇതിടണം, ഏത്തം ഇടണം. എവിടെ നിർത്തി? ഭൗതിക ആഗ്രഹങ്ങൾ ഒഴിവാക്കുക. എന്നാലും ഭക്തജനങ്ങൾ എന്താ പ്രാർത്ഥിക്കുക? എൻ്റെ അസുഖം മാറ്റി തരണം. ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ ഉണ്ടാകും. ഭൗതികമായ പ്രാർത്ഥനകളെല്ലാം ഒഴിവാക്കുക. കാരണം വരദരാജസ്വാമി അകാമോ സർവകാമോ വാ മോക്ഷകാമ ഉദാരതി തീവ്രേണ ഭക്തിയോഗേണ യജേത പുരുഷം പരം. അകാമ എല്ലാ ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം നടക്കും. അകാമ ആഗ്രഹമേ ഇല്ലെങ്കിൽ അതും നടക്കും. സർവകാമ എല്ലാ ആഗ്രഹം ഉണ്ടെങ്കിൽ അതും നടക്കും. മോക്ഷകാമ മോക്ഷമാണ് ആഗ്രഹിക്കുന്നെങ്കിൽ അതും നടക്കും. തണലില്ലെങ്കിൽ കുറച്ചും കൂടെ ആൾക്കാർക്ക് ഇവിടെയൊക്കെ ഇരിക്കാം, ഫ്രണ്ടിലൊക്കെ ഇവിടെ എല്ലാം ഇരിക്കാം. അവിടെയൊക്കെ വെയിലാണെങ്കിൽ ഇത് സത്യയുഗത്തിൽ ബ്രഹ്മാവ് തപസ്യ ചെയ്ത ഭൂമിയാണ്. അനന്ത സരോവരം, ഇവിടെ ഫ്രണ്ടിൽ ഒരു കുളം കണ്ടില്ലേ? ഇത് ബ്രഹ്മാവും 33 കോടി ദേവിഗണങ്ങളും യാഗം ചെയ്ത സ്ഥലമാണ്. മൊത്തം 4 യുഗങ്ങളാണ്. ഏതൊക്കെയാ 4 യുഗം? സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം. സത്യയുഗത്തില് ഉള്ള ധർമ്മം എന്ന് പറഞ്ഞാൽ ഭഗവാനെ ധ്യാനിക്കുക. സത്യയുഗത്തിൽ ഒരാൾക്ക് ഏകദേശം 1,00,000 വർഷമാണ് ജീവിത ദൈർഘ്യം. ആയുസ്, മനുഷ്യായുസ് സത്യയുഗത്തിൽ എത്രയാണ്? എത്ര പേർക്ക് വേണം 1,00,000? വേണ്ട. എത്ര പേർക്ക് ഇപ്പൊ തന്നെ മതിയായി? മതിയായി. കാരണം നമ്മളൊരു സ്ഥലത്ത് ഇരുന്ന കാല് വേറെ സ്ഥലത്താണ് ഇരിക്കുന്നത്, എല്ലാം കൂടെ വരുന്നില്ല. ശരീരം പോലും നമ്മളോട് വരുന്നില്ല. സത്യയുഗത്തിൽ 1,00,000 വർഷം ജീവിത ആയുസ്. അതുകൊണ്ട് 20,000 കൊല്ലം 30,000 കൊല്ലം അവര് തപസ്യ ചെയ്യുമായിരുന്നു. എന്താ പേര്? നിവേദ്. വാ. സത്യയുഗത്തിൽ 1,00,000 വർഷം മനുഷ്യായുസ് ഉള്ളത് കൊണ്ട് അവര് 10,000 കൊല്ലം നിന്ന് തപസ്യ ചെയ്യും. എങ്ങനെയെന്ന് വെച്ചാല് 2 കൈയും അങ്ങനെ വെക്കും. കറക്റ്റ്. ഇങ്ങനെ 10,000 വർഷം ഇങ്ങനെ അവര് നിന്ന് തപസ്യ ചെയ്യും. എത്ര ദിവസം? 10,000 വർഷം. ഇത് സത്യയുഗത്തില്. നമ്മളെ കൊണ്ട് പറ്റോ? പിന്നെ അടുത്തത് ത്രേതായുഗം.
ത്രേതായുഗത്തിൽ വലിയ വലിയ യാഗഹോമാദികൾ, വലിയ യജ്ഞഹോമാദികൾ ചെയ്യും. ദ്വാപരയുഗത്തില് വലിയ ക്ഷേത്രങ്ങളും വലിയ വലിയ ഇതൊക്കെ എന്താ പറയാ അമ്പലമൊക്കെ പ്രതിഷ്ഠിച്ച് ഭഗവാനെ പ്രതിഷ്ഠിച്ച് നോക്കിക്കോളൂ. നമ്മൾ എത്ര അമ്പലങ്ങളാ, ഇന്നലെ എത്ര അമ്പലം കണ്ടു മാതാജി? 6 ഓരോ ഗോപുരം, ഏകാംബരനാഥരുടെ ഗോപുരം കണ്ട ഇങ്ങനെ നോക്കാൻ പറ്റൂല. എങ്ങനെ നോക്കണം? അങ്ങനെ നോക്കണം. ഭഗവാന്റെ ചില വിഗ്രഹം പോലെ എങ്ങനെ നോക്കണം? അങ്ങനെയൊക്കെ നോക്കണം. എന്ത് വലിയ വലിയ അമ്പലങ്ങളാ പണ്ട്. ഏകാംബരനാഥരുടെ ഗോപുരത്തിന്റെ അടിയിൽ കയറി പിന്നെ ഒരു 1/2 കിലോമീറ്റർ പോണം അമ്പലത്തേക്ക്. വലിയ വലിയ ക്ഷേത്രങ്ങൾ. ഇതൊക്കെ ഏത് യുഗത്തിലാണ്? ദ്വാപര യുഗത്തില്. നിങ്ങൾ രണ്ടുപേരും ആരാണ്? ഏത് കൂട്ടത്തിൽ പെട്ടതാ? തൊഴാൻ വന്നവരാ? ഇപ്പൊ കലിയുഗം. ഇതൊന്നും നടക്കില്ല. കലിയുഗത്തില് നാമജപം മാത്രം. ഇതൊന്നും പ്രായോഗികമല്ല. ബ്രഹ്മാവ് തപസ്യ ചെയ്തു. ആരെ കാണാനാ ബ്രഹ്മാവ് തപസ്യ ചെയ്തത്? ഭഗവാനെ കാണാൻ. ഭഗവാനെ കാണാൻ തപസ്യ ചെയ്തപ്പോ 1000 വർഷങ്ങൾ ഭഗവാനെ കാണാൻ ബ്രഹ്മാവ് തപസ്യായിരുന്നു. എല്ലാവരും ബ്രഹ്മാവിനോട് സഹകരിച്ചു. ആ തപസ്യയിൽ ഒരാള് സഹകരിച്ചില്ല. ആരാ? ആര് ബ്രഹ്മാവിനോട് സഹകരിച്ചില്ല ആ യജ്ഞത്തില്? സ്വന്തം പത്നിയായ സരസ്വതി ദേവി വന്നില്ല. എന്തോ അവരെ തമ്മിൽ ഒരു വഴക്ക്. അപ്പൊ ബ്രഹ്മാവ് ഒറ്റയ്ക്ക് വന്ന് ഇവിടെ തപസ്യ അനുഷ്ഠിച്ചു. 33 കോടി ദേവീഗണങ്ങളും ഉണ്ട്. സ്വന്തം ഭാര്യയില്ല. അത് കാരണം തന്നെ എന്താണ്, യജ്ഞം പൂർത്തിയാകുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് ദാമ്പത്യം, കുടുംബം, ഗൃഹസ്ഥ എന്ന് പറഞ്ഞാൽ ഒറ്റ ശ്രദ്ധയോട് പോകണം. രണ്ടുപേരും ഒരേ ലക്ഷ്യം വെച്ചുകൊണ്ട് പോകണം. ആലോചിച്ച് നോക്കൂ, 2 എഞ്ചിന് കെട്ടി വെച്ചിരിക്കുക. ഒരു എഞ്ചിൻ അങ്ങോട്ട് പോകുന്നു, ഈ ഒരു എഞ്ചിൻ ഇങ്ങോട്ട് പോകുന്നു. വണ്ടി എവിടെങ്കിലും പോകും? പോവില്ല. ഒരേ വശത്ത് പോയാലല്ലേ പോവാൻ പറ്റുള്ളൂ. ചില വീട് ക്യാരം ബോർഡ് പോലെയാ. ഭർത്താവ് ഒരു ദിശയിൽ, ഭാര്യ ഇനി, മക്കള് വേറെ, പട്ടി വേറെ ദിശ. ഒരു ഐക്യത ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ സരസ്വതി ദേവി ഏതോ ഒരു ദിവ്യമായ കാരണം, നമ്മളെപ്പോലെ മനുഷ്യരുടെ അടിയൊന്നല്ല അവരുടെ, ഏതോ ദിവ്യമായ കാരണം സരസ്വതി ദേവി വന്നില്ല. അതികഠിനമായ തപസ്യ, യാഗമെല്ലാം ചെയ്തു ബ്രഹ്മാവ് ഭഗവാനെ കാണാനായിട്ട്. ഈ തപസ്യയിൽ പ്രസന്നനായ ഭഗവാൻ പ്രത്യക്ഷമായി. ഏത് രൂപത്തിലാ? വനത്തിന്റെ ജംഗൽ. ഭഗവാൻ വനമായി പ്രത്യക്ഷമായി. അതേത് വനം? ഏത്? നൈമിഷാരണ്യം. എത്ര പേർ പോയിട്ടുണ്ട് നൈമിഷാരണ്യം? 1 2 3 4 5. കുറച്ച് പേർ പോയി. ഓക്കെ, 10 പേരെ പോയി. വനരൂപത്തില് നൈമിഷാരണ്യത്തിൽ ഒരു മഹാധർമ്മം നടന്നു. എന്താ നടന്നത്? ഭാഗവതം. സൂതപൗരാണികൻ 16,000 ഋഷിഗണങ്ങൾക്ക് നൈമിഷാരണ്യത്തിൽ ആ ഭാഗവതം ഉപദേശിച്ചത്. ബ്രഹ്മാവ് പറഞ്ഞു, എനിക്ക് ഇതല്ല കാണേണ്ടത്, ഭഗവാന്റെ സച്ചിദാനന്ദ സ്വരൂപമാണ് കാണേണ്ടത്. അത്ര എളുപ്പമല്ല. നമ്മൾ ഈ 2 മണിക്കൂർ ക്യൂ നിൽക്കുമ്പോ തന്നെ നമുക്ക് മടുത്തു, ഇല്ലേ? വാസുദേവ് എവിടെ? അല്ല, നീ ഗോൾഡൻ ലിസാർഡ് കണ്ടിട്ട് വന്ന് എന്റെ അടുത്ത് പറഞ്ഞത് അതുപോലെ മൈക്കില് പറ. അതേ ഡ്രാമ ആക്ഷനോടെ പറ. അവിടെ എന്ത് കണ്ട് അതേപോലെ പറ മൈക്കില്. ആ ഒരു പല്ലിയെ കാണാൻ വേണ്ടി ഇത്രയും ദൂരം ഒരു ലൈനിൽ നിന്നു. എന്റെ ഒരു ചെറിയ പല്ലി എത്രയല്ലേ. എന്റെ അടുത്ത് പറഞ്ഞതുപോലെ പറ. എന്റെ അടുത്ത് പറഞ്ഞ അതേപോലെ പറ. ആ ക്യൂ നിന്ന ഉടനെ വാസുദേവ് എന്റെ അടുത്ത് വന്ന് എന്താ പറഞ്ഞാല്, ഇരിക്കേ, ഈ പല്ലിയെ കാണാനാണ് ഇത്രയും മെനക്കെട്ട് വന്ന് ക്യൂവിൽ നിന്നത്. എന്നാ തൊടാൻ പറ്റോ? എനിക്ക് എത്തൂല്ല. കുറെ മാതാജിമാരെ എന്നെ തൊട്ട് ഇത് ചെയ്യുന്നു. ഞാൻ തൊട്ടുമില്ല. ഞാൻ എന്റെ സമയമല്ല വേസ്റ്റ് ആക്കി. നീ അങ്ങനെയല്ലേ പറഞ്ഞു? നീ ഇവിടെ എത്ര സൗമ്യമായിട്ടാ സംസാരിക്കുന്നത്.
ഒരു അരമണിക്കൂർ നമുക്ക് ക്യൂല് നിൽക്കാൻ പറ്റുന്നില്ല. നമുക്ക് 80 വയസ്സായി. അപ്പോ ആലോചിച്ച് നോക്കാം, ബ്രഹ്മാവ് ചെയ്ത തപസ്യ, അതികഠിനമായ തപസ്യ ചെയ്ത ആദ്യം ഭഗവാൻ വനരൂപത്തിൽ പ്രത്യക്ഷമായി. ബ്രഹ്മാവ് പറഞ്ഞു, വേണ്ട, എനിക്ക് സച്ചിദാനന്ദ സ്വരൂപം തന്നെ കാണണം. പിന്നെ ഭഗവാൻ തീർത്ഥരൂപത്തിൽ പ്രത്യക്ഷമായി. പുഷ്കര തീർത്ഥം, രാജസ്ഥാനിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ? പുഷ്കര തീർത്ഥം കുറെ പേര്, രാജസ്ഥാൻ, തീർത്ഥരൂപത്തിലും. എന്നിട്ടും ബ്രഹ്മാവ് വേണ്ട എന്ന് പറഞ്ഞു, എനിക്ക് സച്ചിദാനന്ദ സ്വരൂപം തന്നെ കാണണം എന്ന് പറഞ്ഞു. ഇതിന്റെ ഇടയ്ക്ക് സരസ്വതി ദേവി അറിഞ്ഞു, ഞാൻ സഹകരിക്കാതെ തന്നെ ബ്രഹ്മാവ് ഒറ്റയ്ക്ക് തപസ് ചെയ്യുന്നു. അപ്പൊ സരസ്വതി ഏത് രൂപത്തിലാ ഉള്ളത്? സരസ്വതിക്ക് 2 രൂപം. ഒന്ന് വാക്ശക്തി, സരസ്വതിയാണ് ശബ്ദം, വാക്ക്, വിദ്യ. ഇനിയൊന്ന് സരസ്വതി നദി. അപ്പൊ സരസ്വതി ദേവി എന്ത് ചെയ്തു? വേഗവതി എന്ന പേരിൽ ഒരു നദി, വേഗവതി, ഇവിടെ വന്ന് ബ്രഹ്മാവ് തപസ് എല്ലാം കൂടെ അടിച്ചുകൊണ്ടുപോയി, വേഗവതി. പക്ഷെ ബ്രഹ്മാവ് തപസ്യ നിർത്തിയില്ല. ഉടനെ ഭഗവാൻ, യഥോത്ഥകാരി ഭഗവാൻ വന്ന് ആ നദിയെ നിർത്തി. അത് കഴിഞ്ഞ് ദേവന്മാര് എപ്പോഴൊക്കെ യാഗം ചെയ്യോ അസുരന്മാർക്ക് ഭയമുണ്ടാകും. അസുരന്മാര് വിചാരിക്കും, ഇവർക്ക് ശക്തി കൂടിക്കഴിഞ്ഞാൽ നമ്മളെ ഇവര് നിയന്ത്രിക്കാൻ തുടങ്ങും എന്ന് പറഞ്ഞിട്ട് ഈ അസുരന്മാർ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു? ശരഭ എന്ന ഒരു പാമ്പിനെ സൃഷ്ടിച്ചു. ശരഭേശ്വരൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ശരഭ 1000 തലയുള്ള ഒരു കടുത്ത നാഗത്തിനെ സൃഷ്ടിച്ച് ഈ യജ്ഞവേദിയെ നശിപ്പിക്കാൻ നോക്കി. ഉടനെ അഷ്ടഭുജം 8 കൈയുള്ള ഭഗവാൻ എന്ത് ചെയ്തു? ആ പാമ്പിനെ തടഞ്ഞു. എന്നിട്ട് ഇവർക്ക് അസുരന്മാർക്ക് നിർത്താതെ അവരെന്ത് ചെയ്തു? വന്ന് സൂര്യനെ മുഴുവനും മറച്ച് ഈ സ്ഥലം മുഴുവനും ഇരുട്ടാക്കി. കാരണം ഇരുട്ടിൽ ആരെങ്കിലും യാഗം ചെയ്യോ? ഇരുട്ടത്ത് യാഗം ചെയ്യില്ല. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ജ്യോതിഷന്മാര് ജ്യോതിഷം നടത്തില്ല. അർദ്ധരാത്രി ആരും യജ്ഞഹോമാദികൾ ചെയ്യില്ല. പുണ്യകർമ്മങ്ങളൊന്നും എപ്പ ചെയ്യില്ല? അർദ്ധരാത്രി ചെയ്യില്ല. ആസുരിക സ്വഭാവമുള്ള കർമ്മങ്ങൾ മാത്രമേ രാത്രിയിൽ ചെയ്യുള്ളൂ. ഇന്ന് കാലത്ത് കുട്ടികളെല്ലാം പകല് കിടന്നുറങ്ങിയിട്ട് രാത്രിയാണ് പഠിക്കുന്നതും പണിയെടുക്കുന്നതും. അവർ ഏത് വർഗത്തിൽപ്പെട്ടവരാണ്? രാധിക, നിന്റെ വർക്കിംഗ് ടൈം പറ, ഉറക്കെ പറ, സമയം പറ. രാത്രി 12 മണിക്കാണ് ജോലി തുടങ്ങുന്നത്. രാവിലെ 11 മണിക്കാണ് കണ്ണ് തുറക്കുന്നത്. അപ്പൊ ഏത് വർഗത്തിൽപ്പെടും? അസുരവർഗത്തിൽപ്പെടും. അപ്പോ ഇരുട്ടാക്കി കൊണ്ടുവന്ന് ദേവന്മാർ ഈ സൂര്യനെ മുഴുവനും ഇരുട്ടാക്കിയപ്പോൾ ഭഗവാൻ ദീപപ്രകാശമായി അവതാരമെടുത്തു. ഇപ്പൊ എന്തൊക്കെ അവതാരം എടുത്ത് ഓർമ്മയുണ്ടാ? വനം, നൈമിഷാരണ്യം, പിന്നെ പുഷ്കര തീർത്ഥം, രാജസ്ഥാൻ. മൂന്നാമത്തത് നദിയായി വന്നപ്പോൾ യഥോത്തകാരി ആ നദിയെ തടഞ്ഞു. ആ അമ്പലം ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ശരഭം പാമ്പായി വന്നപ്പോ അഷ്ടഭുജം 8 കൈയുള്ള ഭഗവാൻ, അതും 1 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഇരുട്ടായപ്പോൾ ഭഗവാൻ ദീപപ്രകാശം. എന്നാ ബ്രഹ്മാവിന് ഉത്തരം കിട്ടിയില്ല. ബ്രഹ്മാവിന്റെ തപസ്യയുടെ ഉദ്ദേശം എന്താ? ഭഗവാനെ കാണുക. ഭഗവാൻ വേറെ വേറെ എല്ലാം പ്രത്യക്ഷമായി എന്തൊക്കെയോ ചെയ്യുന്നു. ഈ ബ്രഹ്മാവിന്റെ തപസ്യയെ സംരക്ഷിക്കുന്നുണ്ട്. പക്ഷെ ബ്രഹ്മാവിന് ദർശനം കിട്ടുന്നില്ല. ഒരു ഭക്തൻ ഭഗവാനെ നോക്കി യാത്ര തിരിച്ചു കഴിഞ്ഞു, നമ്മളെല്ലാവരും എന്ന് ആദ്യമായി നാമജപം തുടങ്ങിയോ അന്നാണ് നമ്മളെ യാത്ര തിരിച്ചത്. എങ്ങോട്ട്? ഭഗവാനെ നോക്കി യാത്ര തിരിച്ചു. നിറയെ തടസ്സം ഉണ്ടാവും, ഒബ്സ്റ്റക്കിൾസ് എന്നും ഉണ്ടാകും, ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മൾ എന്താ ചെയ്യുന്ന? അടുത്തുള്ളവരെ എല്ലാം കുറ്റം പറയും. പക്ഷെ അത് അടുത്തുള്ളവരല്ല കുറ്റക്കാർ. ഭർത്താവ് ഭാര്യയെ പറയും, ഭാര്യ ഭർത്താവിനെ പറയും, മക്കളെ പറയും.
ഇനി ആർക്കും പറയാൻ ആളെ കിട്ടിയില്ലെങ്കിൽ ഇസ്കോണുകാരെ കുറ്റം പറയും. അതൊരു ഒരു സ്വഭാവമാണ്. കറക്റ്റാ മീര? കറക്റ്റ്. മീരയുടെ വീട്ടിൽ വെള്ളം ലീക്കായ ഇസ്കോണുകാരെ കുറ്റം പറയും. ഉഷാ മാതാജിയാണ്, ഞങ്ങളല്ല, ഉഷാ. അപ്പോ തടസ്സം ആധ്യാത്മിക ജീവിതത്തിൽ എന്ത് സംഭവിക്കും? ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? അടുത്തുള്ളവരെല്ലാം പഴിച്ചാണ്. പക്ഷെ ഇത് ഭഗവാൻ പരീക്ഷിക്കുന്നത് അത്ര എളുപ്പത്തിൽ അവിടെ എത്താൻ പറ്റും. ബ്രഹ്മാവിന് തന്നെ ഇത്ര തടസ്സം. ഇപ്പൊ നമുക്ക് നമ്മുടെ കാര്യമൊക്കെ പറയാനുണ്ടോ? എന്നാലും ബ്രഹ്മാവ് ഭഗവാനെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞ് തപസ്യ ചെയ്തപ്പോ ഇവിടെ ഒരു യജ്ഞകുണ്ടത്തിലിരുന്ന് ഒരു വിമാനം, സ്വർണ വിമാനം പ്രത്യക്ഷമായി. ശരി, ഈ മണ്ണിൽ ഭഗവാൻ ഉണ്ടോ ഇല്ലേ? വരദരാജൻ ആദ്യം മുതലേ ബ്രഹ്മാവിന്റെ കൂടെ ഉണ്ട്. പക്ഷെ ബ്രഹ്മാവിന് കാണാൻ പറ്റിയില്ല, ഒളിച്ചിരുന്നു. ഇതെല്ലാം അറേഞ്ച്മെന്റ്സ് ആരാ ചെയ്യുന്നത്? അവിടെ വനമായി വന്നു, പുഷ്കരമായി വന്നു, യഥോത്തകാരിയായി വന്നു, അഷ്ടഭുജ കൃഷ്ണനായി വന്നു, പിന്നെ ദീപപ്രകാശനായി, എല്ലാം ഈ വരദരാജനാ ചെയ്യുന്നത്. പക്ഷെ കാണാൻ പറ്റുന്നില്ല. അവസാനം അതികഠിനമായ തപസ്യ കഴിഞ്ഞപ്പോ ആ യജ്ഞത്തിലിരുന്ന് ഒരു സ്വർണ വിമാനം. വിമാനം എന്ന് പറഞ്ഞാല് പ്ലെയിൻ അല്ല. ഈ അമ്പലങ്ങളുടെ മേലെ ഇങ്ങനെ ഗോൾഡൻ കളർ കലശം, അതാണ് ഇവിടെ നാട്ടില് വിമാനം എന്ന് പറയുന്നത്. നമ്മളെ നാട്ടില് അത് 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 ഗോപുരം, ഭഗവാന്റെ മീതെ, ശ്രീകോവിലിന്റെ മീലെ ഇങ്ങനെ ഗോൾഡൻ താഴെ, കുടത്തിന്റെ താഴെ ഇങ്ങനെ ഒരു വലിയ ബിൽഡിംഗ്, ഒരു തലകുത്തനെ ഒരു യു പോലെ ഒരു സാധനം, അതാണ് വിമാനം. അത് ഇവിടെ അഗ്നിയിലിരുന്ന് പ്രത്യക്ഷമായി. അതിനകത്തിരുന്ന് ദേവാധിദേവൻ ഭഗവാൻ 14 ലോകം അണ്ടചരാചരം ചലിക്കുന്നതും ചലിക്കാത്തതും 33 ദേവഗണങ്ങളുടെയും അധിപനായി ദേവരാജൻ അതിൽ പ്രത്യക്ഷമായി. അപ്പൊ ഇവിടെ ഒളിച്ചിരുന്ന വരദരാജൻ എന്നേക്കും ഭഗവാൻ ഉണ്ടല്ലോ, ആ ഭഗവാൻ ശാശ്വതമായി ആ കുളത്തിനകത്ത് ഇറങ്ങി. ഇന്നും ആ കുളത്തിനകത്ത് ആ വരദരാജനുണ്ട്. അത്തി എന്നൊക്കെ മരത്തിന്റെ വിഗ്രഹമാണ്. 1000 വർഷമായിട്ട് ഈ കുളത്തിനകത്ത് അത്തിവരദർ എപ്പോഴും ഉണ്ട്. 40 കൊല്ലത്തിന് ഒരിക്കൽ മാത്രമേ വെളിയിൽ വന്ന് ദർശനം കൊടുക്കുകയുള്ളൂ. ഒരു 4-5 വർഷം മുമ്പേ ആരെങ്കിലും വന്ന് കണ്ടോ? 1, 2, 3 കുറച്ചു പേരൊക്കെ വന്ന് കണ്ടു, ഭാഗ്യം ചെയ്തവർ. 40 വർഷം ആ വരദരാജൻ അവിടെ തന്നെയുണ്ട്. യജ്ഞത്തിലിരുന്ന് പ്രത്യക്ഷമായ വരദരാജൻ. അതുകൊണ്ട് ഇവിടത്തെ വിഗ്രഹത്തിന്റെ പേര് ദേവരാജ്. വരദരാജാണ്, ദേവരാജ് എന്നും പേര്. അതാണ്. മേലെ ചിരിച്ച മുഖത്തോട് ഇഷ്ടമായോ എല്ലാവർക്കും? വളരെ അടുത്ത് കാണാൻ പറ്റി, നല്ല പ്രസന്നമായ മുഖം ഇവിടെ പ്രത്യക്ഷമാണ്. ഈ വരദരാജസ്വാമി നിർത്തണം. 12 12 അവിടെ ക്ലോസ് ചെയ്തു. ശരി. അപ്പോ ഈ വരദരാജസ്വാമി ഇവിടെയാണ് രാമാനുജാചാര്യർ 12-13 വർഷം. രാമാനുജാചാര്യർ ആധ്യാത്മിക ഗുരുവിനെ കണ്ടതും ഈ കാഞ്ചീപുരത്ത് വച്ചാണ്. ഗൃഹസ്ഥനായിരുന്നു അദ്ദേഹം. ഗൃഹസ്ഥൻ. ഇവിടെ ഒരു മഹാഭക്തനുണ്ട്, തിരുക്കച്ചി നമ്പി അല്ലെങ്കിൽ കാഞ്ചീപൂർണ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മഹാഭക്തനാണ്. പക്ഷേ താഴ്ന്ന കുലത്തിൽ ജനിച്ച ആളാണ്, ബ്രാഹ്മണ കുടുംബമല്ല. അദ്ദേഹം എന്ത് ചെയ്യും വെച്ചാല് എന്നും ഭഗവാന് ചാമരം വീശിക്കൊണ്ട്, ഡെയിലി ചാമരം വീശും. ഈ ചാമരം വീശുമ്പോ ഹൃദയത്തിൽ വേറെ യാതൊരു ചിന്തയില്ല. ഭഗവാന് ആലോചിച്ച് ചാമരം വീശണമെങ്കിൽ വരദരാജസ്വാമിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ചാമരം വീശാൻ പറ്റുമോ? ചാമരം വീശുന്ന ആൾ എവിടെ നിൽക്കണം? തൊട്ടടുത്ത്. ആലോചിച്ച് നോക്കൂ. ദിവസവും ഭഗവാനെ ചാമരം വീശുമ്പോ അന്യോന്യം പരസ്പരം ഭാവയന്തഹി, അങ്ങനെ ഹൃദയം കൊണ്ട് ഭഗവാന്റെ അടുത്തായി. അദ്ദേഹം കുറച്ചു ദിവസമൊക്കെ കഴിഞ്ഞപ്പോ വരദരാജസ്വാമി ചോദിച്ചു, പേര് കാഞ്ചീപൂർണ, തിരുക്കച്ചി നമ്പി, കാഞ്ചി നാട്ടുവിശേഷമൊക്കെ എന്തൊക്കെയാ? അപ്പൊ കാഞ്ചീപൂർണ പറഞ്ഞു, വരുന്ന വഴിക്ക് ഒരു വീട്ടില് വിവാഹ പന്തലൊക്കെ വെച്ചിട്ടുണ്ട്. ആ വീട്ടിലേതോ കല്യാണം.
അത് കഴിഞ്ഞ് 4 വീട് കഴിഞ്ഞപ്പോൾ ഒരു വീട്ടിൽ മരണപന്തൽ, അവിടെ ആരോ മരിച്ചിരിക്കും. ഇങ്ങനെ ദിവസവും വരദരാജസ്വാമിക്ക് റിപ്പോർട്ട് കൊടുക്കുന്ന ആളാണ് ആര്? ഇവരെ തമ്മിൽ സംസാരിക്കും. ഭഗവാനും കാഞ്ചീപൂർണനും എന്നും സംസാരിക്കും. ഇത് കേട്ടപ്പോ ഒരു ദിവസം അവിടെ ഇരുന്നിട്ട് ശ്രീരംഗത്തിലിരുന്ന് രംഗനാഥസ്വാമി പറഞ്ഞു വരദരാജസ്വാമി എടുത്ത്, നിനക്ക് നല്ല ചാമരം വീശുന്ന ഒരാള് കിട്ടിയെന്ന് ഞാൻ കേട്ടു. എനിക്കൊന്ന് വിട്ടു തരുമോ കുറച്ച് ദിവസത്തേക്ക്? ശ്രീരംഗത്ത് ചൂട് കൂടുതലാണ്. ഇപ്പൊ വരദരാജസ്വാമി പറഞ്ഞു, എന്റെ ആളെ ഞാൻ വിട്ടു തരില്ല. നീ അവിടെ കാവേരിയുടെ തീരത്തല്ലേ കിടക്കണം, നല്ല തണുപ്പായിരിക്കും, ചൂടൊന്നുമില്ല, എന്റെ ആളെ വിട്ടു തരൂല. ആര്? കാഞ്ചീപൂർണനെ വിടൂല. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ശ്രീനിവാസ ബാലാജി വരദരാജസ്വാമി എടുത്ത് പറഞ്ഞു, ആ കാഞ്ചിയെ കുറച്ചു ദിവസം എനിക്ക് തരുമോ ചാമരം വീശാൻ? നീ കുന്നിന്റെ മേലെയല്ലേ ഇരിക്കണം, അവിടെ കുഴപ്പമൊന്നുമില്ല. വരദരാജസ്വാമി ആ ഭക്തനെ പൊസസ് ചെയ്യുമായിരുന്നു. എന്റേതാ അത്ര അടുപ്പമാണ് ഇവരെ തമ്മിൽ. ഇങ്ങനെ ഇവര് സംസാരിച്ചു തുടങ്ങി, ഇങ്ങനെ പരിചയമൊക്കെ ആയപ്പോ ഇതെങ്ങനെയോ നാട്ടുകാർ അറിഞ്ഞു. ഭഗവാനും കാഞ്ചീപൂർണനും നിത്യവും സംസാരിക്കുകയാണെന്ന് അറിഞ്ഞു. അപ്പൊ നാട്ടുകാർ വന്ന് ചോദിക്കും, ഇന്ന് സംസാരിക്കുമ്പോ എൻ്റെ മകളുടെ കല്യാണം എന്നൊന്ന് ചോദിക്കാമോ? ഇങ്ങനെ ഓരോരുത്തരും അവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ വരദരാജസ്വാമി ചോദിക്കും, കാഞ്ചി ഇന്നെന്താ വിശേഷം? അപ്പോ ഇന്ന ആള് ചോദിച്ചു മകളുടെ കല്യാണം, ആ അടുത്ത ചിങ്ങം കഴിഞ്ഞ ഇങ്ങനെ ഒരു ഡേറ്റ് പറയും. ഭഗവാൻ ഉത്തരം പറയാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം കാഞ്ചീപൂർണ നടന്നു വരുമ്പോ രാമാനുജാചാര്യർ ഓടി വന്ന് സാഷ്ടാംഗം പ്രണമിക്കുമ്പോ കാഞ്ചീപൂർണൻ തുള്ളിച്ചാടി, ആചാര്യൻ എന്റെ കാലിൽ വീഴ, എനിക്ക് എന്തിനാണ് അങ്ങോട്ട് കാലിൽ വീഴാൻ തുടങ്ങി. ഇത്രയും വലിയ ആൾ എന്റെ കാലിൽ വീഴ. കാഞ്ചീപൂർണ ഒന്ന് ചോദിക്കോ, ഇന്ന് സംസാരിക്കുമ്പോ എനിക്ക് മോക്ഷം എപ്പോ കിട്ടും? കാഞ്ചീപൂർണ ആകെ കൺഫ്യൂസായി. ക്വസ്റ്റ്യൻ ചോദിച്ചതാരാ? പരമാചാര്യൻ, സാധാരണ ആളൊന്നല്ല. അപ്പൊ അന്ന് ചാമരം വീശുമ്പോ ആള് കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു കാഞ്ചീപൂർണ. വരദരാജസ്വാമി ചോദിച്ചു, കാഞ്ചി എന്താ പറ്റിയ, വിഷമിച്ചിരിക്കുന്നു? അല്ല, വരുന്ന വഴിക്ക് ഞാൻ രാമാനുജാചാര്യരെ കണ്ടു. ഓ, വലിയ ഭാഗ്യം, പരമാചാര്യനെ നീ കണ്ടത് വലിയ ഭാഗ്യം. അത് ശരിയാ, പക്ഷേ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം? അദ്ദേഹത്തിന് മോക്ഷം എപ്പ കിട്ടുമെന്ന് ചോദിച്ചു. വരദരാജസ്വാമി പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഗുരുവിന് 3 വാക്കുകൾ കൊടുത്തിരിക്കുന്നു, അത് പൂർത്തീകരിക്കുമ്പോ അദ്ദേഹത്തിന് മോക്ഷം കിട്ടും. അപ്പൊ കാഞ്ചീപൂർണ ഈ ആൻസർ കേട്ട് വീണ്ടും കൺഫ്യൂസായി. ഭഗവാൻ ചോദിച്ചു, ഇപ്പൊ എന്താ? അല്ല, ആചാര്യന് തന്നെ ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്ക് എപ്പോ മോക്ഷം കിട്ടും? വരദരാജസ്വാമി ചിരിച്ചോണ്ട് പറഞ്ഞു, നിനക്ക് കിട്ടൂല. അതെന്താ? നീ എന്നെ മാത്രമല്ലേ ഇതുവരെ സേവിച്ചിട്ടുള്ളൂ, ഇന്ന് വരെ നീ ഒരു ഭക്തനെ സേവിച്ചിട്ടില്ലല്ലോ, ഭക്തന് സേവനം ചെയ്തില്ലല്ലോ. കാഞ്ചീപൂർണൻ ചാമരം വെച്ചു. വരദരാജസ്വാമി ചോദിച്ചു, എങ്ങോട്ടാ പോണേ? അല്ല, അങ്ങേ സേവിച്ച് മോക്ഷം കിട്ടില്ലല്ലോ, ഞാൻ ഭക്തരെ സേവിക്കാൻ പോണു. നേരെ ശ്രീരംഗത്ത് ചാമരം വീശാൻ പോയി. രംഗനാഥസ്വാമി പറഞ്ഞു, കാഞ്ചി, ഞാൻ ഇവിടെ കാവേരിയുടെ തീരത്താ, നല്ല തണുത്ത കാറ്റുണ്ട്, നിന്റെ സേവനം വേണ്ട, തിരിച്ചു പോയിക്കോ. അവിടെ നിന്ന് കാഞ്ചീപൂർണൻ നേരെ തിരുപ്പതിയിൽ പോയി. ബാലാജി പറഞ്ഞു, കുന്നിന്റെ മേലെ നല്ല തണുപ്പാ, നീ പോയിക്കോ. അങ്ങനെ തിരിച്ച് കാഞ്ചീപുരത്ത് വന്ന് മഹാപൂർണ എന്നൊരു മഹാഭക്തന്റെ വീട്ടിലേക്ക് പോയി. മഹാപൂർണനെ കുറിച്ച് ഇന്നലെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ആർക്കെങ്കിലും ഓർമ്മയുണ്ടാ? കണ്ണ് നഷ്ടപ്പെട്ട ആൾ. ആ മഹാപൂർണന്റെ വീട്ടിൽ ചെന്ന് വേഷമെല്ലാം മാറി സാധാരണ ജോലിക്ക്, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, വലിയ വലിയ സേവനങ്ങൾ ചെയ്യുന്നതല്ല, ത്വദ്ഭൃത്യ ഭൃത്യ പരിചാരക ഭൃത്യ ഭൃത്യ ഭൃത്തസ്യ ഭൃത്യ ഇതി മാം സ്മര ലോകനാഥ. ഭഗവാന്റെ ദാസന്റെ ദാസന്റെ ദാസന്റെ, അതാ വലിയ കാര്യം. അപ്പൊ ഈ മഹാപൂർണ അവിടെ എന്ത് ചെയ്യും? വീട്ടിൽ പോയി വേഷം ചമഞ്ഞ് ആ വീട്ടിൽ പാത്രം കഴുകി കൊടുക്കുക, ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുക. ഈ മഹാപൂർണ എവിടെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ അന്ന് കാലത്ത് മനുഷ്യര് വലിച്ചോണ്ട് ഓടുന്ന വണ്ടി കണ്ടിട്ടുണ്ടോ?
ഞാൻ 1980-ലൊക്കെ 1890 ഇവിടെ കൽക്കട്ടയിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു ചില ഭാഗത്തൊക്കെ. ഒരാളെ ഇരുത്തിക്കൊണ്ട് ഒരാൾ വലിച്ചോണ്ട് ഓടും. ബംഗ്ലാദേശിലുണ്ട്. 2000. അത് നിങ്ങളുടെ വീട്ടിലായിരിക്കും. കൽക്കട്ട അല്ല, അത് ശരി. വൈശാഖ് പ്രഭു എല്ലാം വെച്ചിരുത്തി വലിച്ചോണ്ട് ഓടിയോ എന്തോ? ഇല്ല. അപ്പോ ഈ മഹാപൂർണന്റെ വീട്ടിൽ ചെന്ന് കാഞ്ചീപൂർണ വേഷം മാറി ഇങ്ങനെയൊക്കെ സേവനം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു രാത്രി ഭയങ്കര മഴ. പിന്നെ ഇവർക്കൊക്കെ ആകെ 2 വസ്ത്രമേ ഉണ്ടാവും. ഒന്ന് ഉടുക്കാനും ഇനിയൊന്ന് മാറ്റാനും. 2 വസ്ത്രധാരി. ആത്മീകവാദികളൊക്കെ അങ്ങനെയൊക്കെയാണ്. ഇവിടെ എത്ര പേര്? എല്ലാവർക്കും എത്ര ഡ്രസ് ഉണ്ട് മിനിമം? എണ്ണ ഒന്നും പറയാനേ പറ്റില്ല. ഞാൻ എന്നെങ്കിലും മെലിയും ഇടാമെന്ന് പറഞ്ഞിട്ട് കുറെ എണ്ണ അലമാറയിൽ അഡ്മിറ്റ് വെച്ചിട്ട് മെലിയയില്ല, ഇടയില്ല. ഇവര് 2 വസ്ത്രം മാത്രമേ ഉള്ളൂ. അന്ന് ഘോര മഴ. കാഞ്ചീപൂർണന്റെ വസ്ത്രമെല്ലാം നനഞ്ഞു. ഉള്ള ഒരു വസ്ത്രം. അദ്ദേഹം അകത്ത് ചെന്നു. ആരും ശ്രദ്ധിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ യഥാർത്ഥ രാത്രിയല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വസ്ത്രം എടുത്തിട്ടു. മഹാപൂർണൻ അയ്യോ എന്റെ ദാസൻ മഴയത്ത് കഴിച്ചോ എന്തോ എന്ന് വിചാരിച്ച അന്ന് രാത്രി മഹാപൂർണൻ കാഞ്ചീപൂർണനെ കാണാൻ പോയി. മഹാപൂർണൻ എന്താ വിചാരിക്കുന്നത്? ജോലിക്കാരൻ വല്ല കഴിച്ചോ? അകത്ത് ചെന്ന് നോക്കിയപ്പോഴാ ഈ മഹാത്മാ കാഞ്ചീപൂർണൻ നിങ്ങളാണോ ഇവിടെ ഇരുന്നത്? ഇത്ര ദിവസം വേഷം മാറി എനിക്ക് വേണ്ടി സേവനം ചെയ്തത് നിങ്ങളാണോ? കണ്ണീര് വന്നു, ശരീരം വിറയ്ക്കാൻ തുടങ്ങി. ഇത്ര വലിയ ഉയർന്ന ആളെയാണോ എൻ്റെ വീട്ടിൽ ജോലിയെല്ലാം ഞാൻ ഏൽപ്പിച്ചത് എന്ന് കാലിൽ വീഴാൻ തുടങ്ങി. കാഞ്ചീപൂർണൻ പറഞ്ഞു, ഇല്ല, അങ്ങേ സേവിച്ചത് കൊണ്ടാണ് പരമാർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു ദാസൻ ഒരു ഭക്തനെ സേവിക്കുന്നതാ വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആലിംഗനം ചെയ്ത് അവർ അഹോരാത്രം ഇരുന്ന് ഭഗവാനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. 1 കൊല്ലം മഹാപൂർണനെ രഹസ്യമായി സേവനം ചെയ്തതിന് ശേഷം കാഞ്ചീപൂർണ വീണ്ടും വന്ന് ചാമര എടുത്തു. എവിടെ? വരദരാജസ്വാമി. അപ്പൊ വരദരാജസ്വാമി ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു 1 വർഷം നീ എന്നിരുന്ന് മാറിയിരുന്നത്? ഉടനെ കാഞ്ചീപൂർണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഭഗവാൻ തെറ്റിദ്ധരിക്കരുത്, അങ്ങേ സേവിക്കണേക്കാൾ സന്തോഷമാണ് ഭക്തന്മാരെ സേവിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇവരുടെ സംഭാഷണം. രാമാനുജാചാര്യർ ഒരു ദിവസം കാഞ്ചീപൂർണനെ വീട്ടിൽ ഭക്ഷണത്തിന് വിളിച്ചു. കാരണം അതായത് ഉയർന്ന വ്യക്തികൾക്ക് ഭൗതികമായി ഒന്നും കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. ഇപ്പൊ പ്രഭുപാദർക്ക് കൊണ്ടുപോയി ഒരാൾ സ്വർണ്ണ വാച്ച് കൊടുത്താൽ പ്രഭുപാദർ ഭയങ്കര സന്തോഷവാനാവോ? അല്ല, ഇനി ഒരാൾ പറയുന്നു ഞാൻ 10 ഭഗവത്ഗീത വിറ്റു, അല്ലെങ്കിൽ 2 ഭക്തരെ പ്രചരിപ്പിച്ചു, പുതിയ ഒരു ഇത് ചെയ്തു, അതായിരിക്കോ പ്രഭുപാദർക്ക് കൂടുതൽ സന്തോഷം? അല്ല, ഒരാൾ കൊണ്ടുപോയി ഒരു ഗോൾഡൻ വാച്ച് കൊടുത്തു, എന്താണ് സന്തോഷം? സേവനം ഇല്ലേ? നമ്മളെ കാര്യത്തിലോ ഐഫോൺ ആണോ? എന്താണ് നമ്പർ? ഭഗവാൻ തന്നതായിരിക്കും അല്ലേ? അപ്പോ ഈ മഹാത്മാ രാമാനുജാചാര്യ ഇവരൊക്കെ വൈഷ്ണവർക്ക് അങ്ങനെ ഭൗതികമായി അവരെ ഒന്നും തൃപ്തിപ്പെടുത്താൻ, എന്ത് കൊടുത്ത് തൃപ്തിപ്പെടുത്താനാണ്? അതുകൊണ്ട് ഏറ്റവും ഉയർന്ന സേവനമാണ് ഈ വൈഷ്ണവരെ വീട്ടിൽ വിളിച്ച് അവർക്ക് 1 നേരം ഭക്ഷണം കൊടുക്കുക. അതൊക്കെ അന്ന് കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ വീട്ടിൽ വന്ന ഉടനെ അവരെ പാദം കഴുകി അവരെ ഒരു ഉയർന്ന പീഠത്തിൽ ഇരുത്തി ഭഗവാനെ കുറിച്ച് 4 വാക്ക് അവരെടുത്ത് പറയാൻ പറഞ്ഞ് അത് കേട്ട് അവർക്ക് പ്രസാദം കൊടുത്ത് ഇറങ്ങിപ്പോകുമ്പോൾ കുറച്ച് പഴങ്ങളോ അവരാൽ കഴിയുന്നുണ്ടെങ്കിൽ. അങ്ങനെ കാഞ്ചീപൂർണനെ നിത്യം വിളിക്കുമായിരുന്നു അദ്ദേഹം വീട്ടിൽ വരാൻ. ആര് വിളിക്കും? പക്ഷെ കാഞ്ചീപൂർണ പോവില്ല. രാമാനുജാചാര്യയുടെ വീട്ടിലേക്ക് ഞാൻ എങ്ങനെയാ പോകുന്നത്? അതുമല്ലാതെ ഞാനൊരു താഴ്ന്ന കുലത്തിൽ ജനിച്ചതല്ലേ, പോകത്തില്ല. പക്ഷെ രാമാനുജാചാര്യർ എന്നും നിർബന്ധിക്കും. എന്താ ചെയ്യാ? ഏത് ഭക്തൻ, ഇദ്ദേഹം പരമ ആചാര്യനാ, പക്ഷെ ഭക്തന്മാർ വീട്ടിൽ വരുമ്പോ അദ്ദേഹം തന്നെ ഇരുന്ന്, ആചാര്യൻ തന്നെ ഇരുന്ന് അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുക. അവർ ഭക്ഷണം കഴിക്കുമ്പോൾ അടുത്ത് ചാമരം വെച്ച് അവർ വീശിക്കൊണ്ട് പ്രസന്നമായ വാക്കുകൾ. ഭക്ഷണം കഴിക്കുന്ന നേരത്ത്
മനസ്സിൽ വിഷമം വരുന്നത്, കടുത്ത വാക്കുകൾ, ഇതൊന്നും സംസാരിക്കാൻ പാടില്ല. അടിയുണ്ടാക്കാൻ പാടില്ല വീട്ടിലൊക്കെ. ഇവർ ചാമരം വീശി കൊടുത്ത് അങ്ങനെ ആ ഭക്തൻ എണീറ്റ് പോയതിനു ശേഷം ആ ഇലയിൽ രാമാനുജാചാര്യർ എന്ത് ചെയ്യും? ഭക്ഷണം ആരാ ചെയ്യുന്നത്? മഹാ ആചാര്യൻ. ഇതെല്ലാം കാഞ്ചീപൂർണൻ അറിയാം, അതുകൊണ്ടാണ് പോവാത്തത്. അങ്ങനെ രാമാനുജാചാര്യർ നിർബന്ധിച്ചപ്പോ കാഞ്ചീപൂർണൻ എന്ത് ചെയ്തു? ശരി, വരാമെന്ന് പറഞ്ഞു, ഒരു സമയം പറഞ്ഞു. അപ്പൊ രാമാനുജാചാര്യർ ആ സമയത്തിന് വേണ്ടി തയ്യാറായിരിക്കുക. ഭാര്യ എടുത്ത് പറഞ്ഞു, നല്ല വിഭവസമൃദ്ധമായ സദ്യ കൊടുക്കണം, അത് ചെയ്യണം, ഇതെല്ലാം പറഞ്ഞിട്ട് കാത്തിരിക്കുക. കാഞ്ചീപൂർണൻ എന്ത് ചെയ്തു? ആ പറഞ്ഞ സമയത്തിന് വളരെ മുമ്പേ ചെന്നു. അപ്പോ രാമാനുജാചാര്യയുടെ ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നു. ആചാര്യൻ ഇവിടെ പുറത്തു പോയിരിക്കുക, നിങ്ങൾ വരുമെന്ന് പറഞ്ഞു, വെയിറ്റ് വന്നോളും. ഇല്ലല്ല, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഭക്ഷണം തരാന്ന് പറഞ്ഞ് തന്താ, ഞാൻ കഴിച്ചിട്ട് പോവാം. പെട്ടെന്ന് എന്ത് ചെയ്തു? രാമാനുജാചാര്യയുടെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം എല്ലാം എടുത്ത് പെട്ടെന്ന് കഴിച്ചിട്ട് കാഞ്ചീപൂർണ്ണ സ്ഥലം വിട്ടു. എന്തുകൊണ്ടാ? അദ്ദേഹം വന്നാൽ കാലി വീഴും, പാദം കഴുകും, ഓടി. അത് കഴിഞ്ഞ് രാമാനുജാചാര്യർ വന്ന് ചോദിച്ചു, കാഞ്ചീപൂർണ്ണ എന്താ വന്നില്ലല്ലോ? അല്ലോ, അദ്ദേഹം വന്ന് കഴിച്ചിട്ട് പോയോ? എന്തു ചെയ്തു? അദ്ദേഹം വന്ന് ഇവിടെ എല്ലാം കഴിച്ചു. ആണോ? ആ പ്രസാദം, ബാക്കി പ്രസാദം എനിക്ക് കഴിക്കണം. അതെല്ലാം ഞാൻ കഴുകി കളഞ്ഞു. അപ്പൊ ചോദിച്ചു, അതെന്തിനാ നീ കഴുകി കളഞ്ഞത്? അദ്ദേഹം താഴ്ന്ന ജാതിയിലുള്ള ആളല്ലേ, നമ്മളെ വീട്ടിൽ വന്ന് കഴിച്ചു. നിങ്ങൾ ഒന്നും വിഷമിക്കേണ്ട, ഞാൻ ഇപ്പൊ കിണറ്റിന്റെ അവിടെ ചെന്നിട്ട് ഉടുത്ത വസ്ത്രത്തോട് കുളിച്ച് ശുദ്ധമായിട്ട് ഞാൻ വന്ന് പ്രത്യേകം ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറഞ്ഞു. ശരിയാണോ തെറ്റാണോ? അന്ന് രാമാനുജാചാര്യർ വിചാരിച്ചു, എന്റെ സന്യാസത്തിന് സമയമായി. അന്ന് ഭാര്യ ഉപേക്ഷിച്ചു. നീ ചെയ്തത് മഹാപാപം. എന്റെ ഭക്തിയായിട്ട് ഈ സത്യം പോലും നിനക്കറിയില്ല, മനസ്സിലാക്കാൻ പറ്റിയില്ല. അന്ന് അദ്ദേഹം സന്യാസമെടുത്ത് വരദരാജസ്വാമിയെ പ്രാർത്ഥിച്ചിട്ട് ഇവിടെ ഇരുന്ന് ഒരു 10 കിലോമീറ്റർ അകലെ ഒരു സ്ഥലത്ത് പോയി ഏകാന്തമായി കുറച്ച് കാലം. ഈ കാഞ്ചീപൂർണനാണ് ഒരു കാരണം രാമാനുജാചാര്യർ എന്തെടുക്കാൻ? സന്യാസം എടുക്കാനായിട്ട്. അങ്ങനെ അത്ര അടുപ്പമാണ് ഭഗവാനും കാഞ്ചീപൂർണനും തമ്മിൽ. അങ്ങനെ 1 കൊല്ലം ചെന്ന് വൈഷ്ണവരെ മഹാപൂർണനെ എല്ലാം സേവിച്ചിട്ട് കാഞ്ചീപൂർണൻ തിരിച്ചു വന്നപ്പോ ഒരു ദിവസം സേവനെല്ലാം കഴിഞ്ഞ് ചാമരമൊക്കെ വീശി പുറത്ത് ചെന്ന് അദ്ദേഹം പ്രത്യേക ഒരു സ്ഥലത്ത് ആ പാത്രമൊക്കെ വെച്ച് ഭക്ഷണമൊക്കെ കഴിക്കും. പ്ലേറ്റ് കാണാനില്ല. ആരുടെ പ്ലേറ്റ് കാണാനില്ല? കാഞ്ചീപൂർണന്റെ. എവിടെ എന്റെ പ്ലേറ്റ്? കാരണം നമ്മൾ ഉപയോഗിക്കുന്ന സാധനം അമ്പലത്തിൽ വെക്കത്തില്ല, കുറച്ച് മാറ്റി വെക്കുക. അമ്പലത്തിൽ ഭഗവാന്റെ സാധനം. എല്ലാരും പറഞ്ഞു, ഞാൻ കണ്ടില്ല. ആരും കണ്ടില്ല. പിന്നെ ഇദ്ദേഹം വിചാരിച്ചു, എവിടെ പോയി എന്റെ പ്ലേറ്റ് എന്ന് വിചാരിച്ചിട്ട് തിരിച്ചു വന്ന് വൈകുന്നേരം വരദരാജസ്വാമിക്ക് ചാമരം വീശാൻ നിന്നപ്പോ വരദരാജന്റെ ബാക്കിൽ പ്ലേറ്റ്. ദേഷ്യം വന്ന് ഇദ്ദേഹത്തിന്. നമ്മൾ ഉപയോഗിക്കുന്ന ഉച്ഛിഷ്ട പാത്രമാണോ ഭഗവാന്റെ ശ്രീകോവിലിന്റെ അകത്തെടുത്ത് വെക്കുക? അദ്ദേഹം ചെന്ന് പൂജാരിമാരെടുത്ത് വഴക്ക്, സേവകന്മാർ എല്ലാവരും എടുത്ത് വഴക്ക്. വരദരാജസ്വാമി പറഞ്ഞു, കാഞ്ചി നീ എന്തിനാ എല്ലാവരും എടുത്ത് വഴക്കുണ്ടാക്കുന്നത്? ഞാനാണ് ആ പ്ലേറ്റ് എടുത്ത് ഒളിപ്പിച്ചു വെച്ചത്. ഭഗവാൻ എന്തിനാ എടുത്ത് ഒളിപ്പിച്ചത്? നീ 1 വർഷം ഭക്തന്മാരെ എല്ലാം സേവിച്ചില്ലേ? ഒരു ദിവസം നിന്റെ പാത്രത്തിൽ ഞാൻ കഴിക്കാന്ന് വിചാരിച്ചിട്ട് കാഞ്ചീപൂർണന്റെ പ്ലേറ്റ് ആരെടുത്ത് ഒളിപ്പിച്ചു വെച്ചു? ഇത്രയും ലീലകൾ നടന്ന ഇവിടെ ഭഗവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമെങ്കിൽ അതവിടെ വരം കൊടുക്കാനായിട്ട് ഇവിടെ ഭഗവാൻ എപ്പോഴും ഇവിടെ ഉണ്ട്, പ്രസന്നമായിട്ട്. വരദരാജസ്വാമി. ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് 1 കിലോമീറ്റർ എക്സാക്ട്ലി ഫസ്റ്റ് പോകേണ്ടത് യഥോത്തകാരി വിഷ്ണു. ആരെടുത്ത് ചോദിച്ചാലും അറിയില്ല. ഇവിടത്തെ പേര് സൊന്നവണ്ണം ചെയ്ത പെരുമാൾ എന്ന് ചോദിച്ചാലേ അറിയുള്ളൂ. അതുകൊണ്ട് അമ്പലം പൂട്ടിയിരിക്കണം. ഈവനിങ് தான் തുറപ്പാങ്ക. പട്ടർ ഇറന്നിട്ടായിരുന്നു. അപ്പം സായങ്കാലം തുറപ്പാങ്ക. ശരി. അപ്പോ ഇവിടെ ഇരുന്ന് ഫസ്റ്റ് 1 കിലോമീറ്റർ ദൂരെ അഷ്ടഭുജം ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? യഥോത്തകാരി എന്താണ്? എന്ത് ലീലയാണ്? വാഗസേതു സരസ്വതിയെ നിർത്തിയത് സൊന്നവണ്ണം യഥോത്തകാരി. പിന്നെ ശരഭ പാമ്പിനെ നിർത്തിയത്
അഷ്ടഭുജം. പിന്നെ ഇരുട്ടില് പ്രകാശം കൊടുത്തത് ദീപപ്രകാശം. ഇതാണ് ലീലകൾ. പിന്നെ യഥോത്തക്കാരി സ്വന്നവണ്ണം ചെയ്ത പെരുമാളാണ്. ഇന്നലെ ഞാൻ ഒരു ലീല പറഞ്ഞില്ലേ, പാമ്പിനെ ചുരുട്ടിക്കൊണ്ട്, അതും അവിടെ തന്നെയാണ്. അപ്പൊ ഈ 3 അമ്പലങ്ങളുണ്ട്. ഓക്കെ, ഇവിടുന്ന് 1 കിലോമീറ്റർ അകലെ എല്ലാം അടുത്തടുത്ത് ഒരു 200-300 മീറ്റേഴ്സ് സർക്കിളിലാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ 150 പേരും ഓരോ അമ്പലത്തിൽ ചെന്ന് വെയിറ്റ് ചെയ്ത്, അവർ വരുന്നവരെ വെയിറ്റ് ചെയ്ത് അടുത്തത് പോകുമ്പോൾ അമ്പലം അടയ്ക്കും. നമുക്ക് ഇവിടുന്ന് 1 കിലോമീറ്റർ നേരെ പോവുക, ഈ 3 അമ്പലവും കാണണം. അതുകൊണ്ട് എല്ലാവരും ഇനി ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. എല്ലാം ഒരു 200-300 മീറ്റേഴ്സ് ഒരു സർക്കിളിലാണ്. അവരവര് കണ്ടിട്ട് അടുത്തടുത്തയിലേക്ക് പോവാ. ഓക്കെ ആണോ? അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി നിൽക്കുമ്പോൾ 150 പേർക്ക് വെയിറ്റ് ചെയ്യുമ്പോൾ ദർശനം അടയ്ക്കും, ഇവിടെ അടയ്ക്കും, അവിടെ. നമുക്കിനി പ്രധാനം 3 എണ്ണം കാണാനുണ്ട്. എന്തൊക്കെയാണ്? സ്വന്നവണ്ണം ചെയ്ത പെരുമാൾ, യഥോത്തകാരി. അദ്ദേഹത്തിന്റെ ലീല എന്താ? സരസ്വതി നദിയെ തടഞ്ഞത്. രണ്ടാമത്തത് അഷ്ടഭുജം. എന്താ ലീല? ശരഭ എന്ന പാമ്പിനെ തടഞ്ഞത്. മൂന്നാമത്തത് ദീപപ്രകാശം, ഇരുട്ടിനെ മാറ്റിയത്. ഇത് 3ഉം ദിവ്യദേശം. ഇവിടുന്ന് 1 കിലോമീറ്റർ ദൂരെ. ഇതാണ്. അവിടെ പോയിട്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ഓട്ടോ എടുത്ത് അവിടെ ഇറങ്ങിയിട്ട് പിന്നെ എല്ലാം നടന്നു പോവാവുന്നതേ ഉള്ളൂ. അതൊക്കെ സെറ്റിൽ ചെയ്ത് വിട്ടു. അതെല്ലാം നമുക്ക് റൗണ്ട് ചെയ്ത് നടന്നു പോകാവുന്നതേ ഉള്ളൂ. ക്ലിയർ? എന്തെങ്കിലും ക്വസ്റ്റ്യൻ?